ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റായത് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നത്. ഇടയ്ക്ക് ചെയ്യാൻ തോന്നുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മൈൻഡ് സെറ്റാവണം. അത് സെറ്റായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മടിയും ഉണ്ട്. എന്നാലും നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളവർക്കറിയാം, ഒരു വീഡിയോ എടുക്കാൻ എളുപ്പമാണ്, വീഡിയോ ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളൊരു വലിയൊരു പ്രോസസ്സുണ്ട്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ഒരു വലിയൊരു പ്രോസസ്സാണ്. വീഡിയോ എഡിറ്റ് ചെയ്യണം, തംബ്നെയിൽ ഉണ്ടാക്കണം, ഒരു ക്യാപ്ഷൻ ഇടണം, എല്ലാം അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കണമെന്ന് തോന്നിയാൽ പോലും പിന്നെ അതങ്ങോട്ട് മടി പിടിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വിചാരിച്ചു ഒരു വീഡിയോ എടുത്തേ പറ്റും. വലിയ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഹോസ്റ്റലിലായിരുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹോസ്റ്റലിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ അലമാരയുടെ ഒരു അകത്ത് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതായത് അങ്ങനെ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വാർഡ്രോബ് കളക്ഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. വാർഡ്രോബ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. എനിക്ക് അലമാര എന്ന് പറയുന്നത് എപ്പോഴും ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് എപ്പോഴും ഇടയ്ക്ക് പറക്കി ചെറിയൊരു OCD ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും എനിക്ക് കുഞ്ഞിലേക്ക് ഭയങ്കരമായിട്ടുള്ള OCDയുടെ പ്രശ്നങ്ങളായിരുന്നു. വേറെ ഒരു പണി ഞാൻ ചെയ്യില്ല. ആകെപ്പാട് ഞാൻ ചെയ്യുന്ന ക്ലീനിങ് മാത്രമാണ്. ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ്. എന്ത് സാധനം, ഇപ്പോൾ ഒരു സാധനം എടുത്തിട്ടുണ്ടല്ലോ, അതേപോലെ അവിടെ തന്നെ വെച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ അടുക്കി പറക്കി ക്ലീൻ ചെയ്യുക, തൂക്കുക, തുടയ്ക്കുക, ക്ലീൻ ചെയ്യുക, പിന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് ഞാൻ ആകെ വീട്ടിൽ ചെയ്യുന്നൊരു ജോലി എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ അലമാരയിൽ ഡ്രസ്സൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന ടൈമിൽ ഹോസ്റ്റലിൽ എൻ്റെ അലമാര ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിലും എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുള്ള കോംപ്ലിമെൻ്റാണ്, എങ്ങനെയാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, എങ്ങനെയാണ് നിനക്ക് ഒരു പണിയില്ല, ഇതിനൊരു ടൈമുണ്ടോ എന്നുള്ളതൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. എൻ്റെ ഒരു അസുഖം എന്നാണ് വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്കത് ചില സമയത്ത് ഓവറായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ എന്തൊക്കെ പറയുക, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാറ്റ്, നമ്മൾ തറയിലിടുന്ന മാറ്റ് ഉണ്ടല്ലോ, ആ മാറ്റിൻ്റെ പൊസിഷൻ അതുവരെ ഞാൻ നോക്കി വയ്ക്കും. ആ പൊസിഷനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ ഓടിപ്പോയി ആ പൊസിഷൻ കറക്റ്റ് ഇടും. പിന്നെ ഞാൻ ദൂരപ്പെട്ട് നോക്കും, അയ്യോ എന്തോ ഒരു അപാകത ഉണ്ടല്ലോ. എന്നിട്ട് ഒരു പണിയിൽ ഒരു 5-6 വട്ടം ഞാൻ അങ്ങോട്ട് നടന്ന് മാറ്റ് ശരിയാക്കും. അങ്ങനത്തെ ഭയങ്കര എന്താ പറയുക, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു അസുഖം ഇപ്പോഴും ഉണ്ട്. ഇപ്പം പക്ഷെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പണ്ട് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്ക് ആ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും ഒരു ഡ്രസ്സ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതേപോലെ കറക്റ്റായിട്ട് തിരിച്ചുകൊണ്ട് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഓർഗനൈസ് ചെയ്ത് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് എൻ്റെ അലമാര ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരു പ്രിപ്പറേഷൻസും ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടില്ല. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമല്ലോ, അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തവസ്ഥയാണെന്നുള്ളത് എനിക്കും അറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് OCDയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എപ്പോഴും ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് ക്ലിയർ ആക്കി വെക്കുക. അതുകൊണ്ട് എനിക്കിതിനകത്ത് നന്നായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്നായിരിക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അലമാര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് വേറൊരു സാധനം കാണിച്ചിട്ട് എൻ്റെ കീ ചെയിൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കീ ചെയിൻ എന്ന് പറയുന്നത്. എൻ്റെ ഹോസ്റ്റലിൽ, ഞാനിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വന്നു കേട്ടോ, എൻ്റെ വീട്ടിലോട്ട് വന്നിപ്പോൾ 1 month ആയി. അപ്പോൾ ഹോസ്റ്റലിൽ എൻ്റെ ഒരു ഓർമ്മയാണ്. ഹോസ്റ്റലിൽ എൻ്റെ അലമാര, എൻ്റെ അവിടുത്തെ അലമാരയിൽ ഞാൻ ഇട്ടിരുന്ന കീ ചെയിനാണ് കേട്ടോ. അതേപോലെ ഞാൻ എടുത്തിട്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കീ ചെയിന്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് എനിക്കിപ്പോൾ കിട്ടിയ ഈ വീടിൻ്റെ ഒരു ഹൗസ് വാമിങ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു കീ ചെയിൻ. ഒരു മമ്മിയുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഒരു കീ ചെയിൻ എൻ്റെ ഒരു ഫോട്ടോയാണ് കേട്ടോ. അത് കണ്ടില്ലേ, നല്ല രസമല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. എനിക്ക് നന്നായി ഇഷ്ടമായി. അപ്പം അത് രണ്ടുമാണ് ഇവിടെ കീച്ച്. നമുക്കിതുപോലെ തിരിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ 2 റോ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു റോയിൽ അധികം ഡ്രസ്സസ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു ഡ്രോയിൽ അല്ലാത്ത കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്.
ഈ ഒരു അലമാരയിലാണ് ഡ്രസ്സും ഒക്കെ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡ്രസ്സ് ഉണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും കണ്ടതല്ല. ഇതിൽ ഒരു 6-7 വർഷം തൊട്ടുള്ള ഡ്രസ്സ് വരെ ഇതിനകത്തുണ്ട്. എല്ലാം പുതിയതൊന്നും അല്ല കേട്ടോ. ഞാനൊരു വീഡിയോ ഓണല്ലേ? ഓക്കെ, വീഡിയോ ഓണാണ്. അപ്പോൾ ഇതിലെല്ലാ ഡ്രസ്സും എന്താണ് പുതിയതല്ല, ഒരുപാട് പഴയ ഡ്രസ്സുണ്ട്. എല്ലാം എന്താ പറയുക, ഇവിടെ നിന്ന് പറയുന്നത് 7 വർഷം വരെയുള്ള ഡ്രസ്സ് വരെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും തോന്നുന്നത്. ഇപ്പോൾ ഒരുപാട് ഡ്രസ്സിനെ എടുത്ത് കൊടുത്തു കേട്ടോ. അതുകൊണ്ട് ഇനി അലമാരി വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഒരുപാട് ഡ്രസ്സ് കൊടുത്തു. അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ്. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതിനെക്കാട്ടും നല്ലത് ക്യാമറ തിരിച്ച് കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ. ഇത് ഫുള്ള് ഞാൻ ഒരുപാട് വർക്കുള്ള ഡ്രസ്സുകളൊന്നും എനിക്കില്ല കേട്ടോ. എല്ലാം കാഷ്വൽ ഡ്രസ്സസ് തന്നെയാണ് ഉള്ളതെന്ന് പറയാൻ. അപ്പോൾ ഇത് കുറച്ച് മുകളിലിരിക്കുന്നത് മാത്രമാണ് കുറച്ച് വർക്കുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത്. എന്നാലും അധികം വർക്ക്സൊന്നുമില്ല, എന്നാലും കുറച്ച് വർക്കുള്ള ഡ്രസ്സാണ് ഈ മുകളിൽ വെച്ചേക്കുന്നത്. ഒരു 4 ഡ്രസ്സ് കാണും, അത് മാത്രമാണ് മുകളിൽ വെച്ചേക്കുന്നത്. പിന്നെ ബാക്കി ഇത് ഫുള്ള് എൻ്റെ കാഷ്വൽ വെയർ ഡ്രസ്സാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കോളേജിൽ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. അങ്ങനെ പുതിയതായിട്ട് 2-3 ഡ്രസ്സ് മാത്രമേ ഇവിടെ വന്നിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് 3ആണ്, ഇത്രയേ ഉള്ളൂ. പക്ഷെ കുറവാണ് കേട്ടോ ഡ്രസ്സ്. ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു, എല്ലാം കൊടുത്തു കേട്ടോ. കാരണം ഇവിടെ സ്ഥലമില്ല, സ്പേസ് ഇല്ല, അതുകൊണ്ട് തന്നെ എല്ലാം കൊടുത്തു. അപ്പോൾ ഇത്രയും ഡ്രസ്സ് മാത്രമേ നിലവിലിപ്പോൾ എനിക്ക് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ കണ്ടില്ല, നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ഞാൻ വെക്കും. അതുകൊണ്ട് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാം. ഓക്കെ. പിന്നെ ഏറ്റവും അടിയിലോട്ട് വന്ന് ഈ 3 റോയിൽ ഇങ്ങനെയാണ്. ഏറ്റവും അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഡ്രസ്സുകളുണ്ട്. അതെന്ന് പറയുന്നത് ജീൻസാണ് കേട്ടോ. 2 ജീൻസും അതുപോലെ തന്നെ ജീൻസിൻ്റെ കൂടുതൽ ടോപ്സാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വരാണെങ്കിൽ ഇവിടെ വലിയൊരു റോ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ പഴയ എൻ്റെ ഹോസ്റ്റൽ വീഡിയോയിൽ നിന്ന് കാണിച്ചുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അതായത് എൻ്റെ ഒരു പൗഡർ ഉണ്ട് കേട്ടോ, ജോൺസൺസ് ബേബിയുടെ പൗഡർ. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഇതും ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ കുറച്ച് ഇങ്ങനെ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് കേട്ടോ, അതിൻ്റെ ബണ്ണും അങ്ങനത്തെ ക്ലിപ്സൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൽ വന്നിട്ട് ഒരുപാട് ബാംഗിൾസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോ ഫങ്ഷൻസിന് വേണ്ടി വാങ്ങിക്കുന്ന ബാംഗിൾസാണ്. ഇതിൽ ഓരോ ബാംഗിൾസിനും ഓരോ കഥകൾ പറയാനുണ്ടാവും. ഇത് പറയുകയാണെങ്കിൽ ഇതെൻ്റെ കഴിഞ്ഞ അതായത് എൻ്റെ കോളേജിലെ ലാസ്റ്റ് ഓണത്തിന് യൂസ് ചെയ്ത എൻ്റെ സാരിക്ക് മാച്ചായിട്ടുള്ള ബാംഗിളാണ്. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ്, ഈ വൈകിട്ട് ഫ്രണ്ടിൻ്റെ മാരേജിന് വാങ്ങിയ വളയാണ്. അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസിന് മാത്രം വാങ്ങുന്ന വളകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലല്ലാണ്ട് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഓരോ വളകൾക്കും ഓരോ കഥകൾ ഇതിൽ പറയാനുണ്ട് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ അങ്ങനെ ഇതും ഒരു മാരേജിന് വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജിന് വാങ്ങി ഈ ഒരു ബ്ലൂ ഓക്കെ. അങ്ങനെ ഓരോന്നിനും ഓരോരോ സ്റ്റോറി പറയാനുണ്ട് ഈ ഒരു വളകൾക്ക്. അപ്പോൾ അങ്ങനൊരു മെമ്മറിയാണ് ഈ ഒരു ബാംഗിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇതിലെന്ന് പറയുന്നത് കുറച്ച് നെയിൽ പോളിഷസ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് 2 ലിപ്സ്റ്റിക് ഷെയ്ഡുണ്ട്, 2 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഒരു ഐലൈനർ, ഇതൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയൊരു മേക്കപ്പ് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ കാണിക്കണോ? കാണിക്കാം. മേക്കപ്പ് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇതൊന്നും ഞാൻ ഡെയിലി ബേസിസിൽ അധികം മേക്കപ്പ് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഓവറായിട്ട് തോന്നും. എനിക്ക് മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ അറിയും കേട്ടോ. പക്ഷേ ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ട് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മേക്കപ്പൊക്കെ ചെയ്യണം. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കും മാത്രമാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും. സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. അങ്ങനെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ് ഇതിലുള്ളത്. മേക്കപ്പ് സ്പഞ്ചുണ്ട്. അങ്ങനെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല അധികം. ഓക്കെ. കാണിക്കാൻ മാത്രമൊന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വെച്ചു. പിന്നെ നമ്മുടെ ഈ ബാംഗിൾ സെറ്റ് ഇതുപോലെ തിരിച്ച് വെച്ചു, അല്ലെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഡ്രോയിൻ്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഡ്രോയിനകത്തുള്ളത്
എൻ്റെ വാച്ചാണ് 3 വാച്ചുണ്ട് എനിക്ക് 3 വാച്ചുണ്ടെന്നൊക്കെ വലിയ കാര്യത്തിലാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്തതല്ല, ഇത് വന്നിട്ട് എൻ്റെ സിസ്റ്റേഴ്സ് വാങ്ങി തന്നതാണ് കേട്ടോ. എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് 2 പേരും കൂടെ ഞാൻ വാങ്ങി തന്ന വാച്ചാണിത്. പിന്നെ ഇത് മാത്രമാണ് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയെന്ന് പറയാനുള്ള ഈ ഒരു വാച്ചാണ്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വാച്ചാണ്. ഇത് മാത്രമാണ് എൻ്റെ സ്വന്തമായി ഞാൻ എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയ ഈ ഒരു വാച്ച്. ഇതൊരു 4 വർഷമായെന്ന് തോന്നുന്നു. കൊറോണ ടൈമിൽ വാങ്ങിയതാണ് ഈ ഒരു വാച്ച് എന്ന് പറയുന്നത്. നല്ല വേർത്തി ആയിരുന്നു ഞാൻ വാങ്ങിയെങ്കിലുമൊക്കെ. ടൈറ്റൻ്റെ വാച്ചാണ്, അതുകൊണ്ട് അത്രയും ക്വാളിറ്റി ഉണ്ട്. ഞാനിത് യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വാച്ച്. അപ്പം ഇതാണ് വാച്ച് എന്ന് പറയുന്നത്. പിന്നെ ഒരു പൗഡർ ബോക്സ് ഉണ്ട്. ഇത് വാച്ചിൻ്റെ കവറാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ കാണിക്കാൻ മാത്രമൊന്നുമില്ല. ഇതിൽ കുറച്ച് കമ്മലുകളാണ്, അത് ഞാൻ കാണിക്കണോ? എല്ലാം കാണിച്ചതിന് ലോങ് വീഡിയോ ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇതിലും കുറച്ച് കമ്മലുകളാണ് കേട്ടോ. ഇതൊക്കെ വലിയ കുറച്ച് കമ്മലുകളാണ്, അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ അലമാര എന്ന് പറയാം. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിലിവിടോട്ട് വരികയാണെങ്കിൽ എൻ്റെ ബാഗ് ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഫുൾ എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. വീട്ടിലിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് ഫുള്ള്. അത് ഫുള്ള് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും അടിയിലോട്ട് വരികയാണെങ്കിൽ കുറച്ച് സാരിയൊക്കെയാണ് കേട്ടോ. സാരി എന്ന് പറയുകയാണെങ്കിൽ ഒരു 2 സാരി ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ കോൺവൊക്കേഷനിൽ യൂസ് ചെയ്ത സാരിയാണ്. പിന്നെ ഇതിലൊക്കെ കുറച്ച് ഓർണമെൻറ്റ്സ് ആണ്, അതൊക്കെ ഞാൻ കാണിക്കാം. ഇതെന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനത്തെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെയാണ്. അത് ഗോൾഡൊന്നുമല്ല, ഗോൾഡ്. ഓക്കെ. ഇതും ഈ ഒരു പേഴ്സ് ഏകദേശം ഒരു 10-15 വർഷമായിട്ടുണ്ടാവും. അല്ല, 15 ആയിട്ടുണ്ടാവില്ല, ഒരു 12, ഓക്കെ 12 ആയിട്ടുണ്ടാവില്ല കേട്ടോ. ഒരു 10 വർഷമായിട്ടുണ്ടാവും. ഇതെൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ. അവളിപ്പോൾ ഇത് അറിയുന്നുണ്ടോ ഉണ്ടാവില്ല. അവൾ തന്നെ മറന്നാണ് എനിക്ക് ഈ സാധനം തന്നിട്ടുള്ളത്. അവൾ കയ്യിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പം എനിക്ക് താടി എന്ന് പറഞ്ഞ് എനിക്ക് അവളുടെ നിന്ന് ഞാൻ പിടിച്ച് വാങ്ങിച്ചൊരു പേഴ്സാണ് കേട്ടോ ഇത്. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്.